വാട്സാപ്പ് മാസ്റ്റർ പ്രോ യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയതിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മോഡലിംഗ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പറഞ്ഞിരുന്ന ഒരു കാർ മോഡൽ ചെയ്യാൻ പറ്റും, മോഡൽ ചെയ്യാൻ. അപ്പം കാറ് മോഡൽ നോക്കി, ബട്ട് ചെറിയ പ്രശ്നം കൊണ്ട് കാർ മോഡൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലെയിൻ ആണ് മോഡൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലെയിൻ പഠിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്കത് മോഡൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ഇട്ടേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്ലെൻഡർ ഇൻ്റർഫേസിൽ നമ്മൾ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു ക്യൂബ് ആഡ് ചെയ്യുക. ക്യൂബ് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം എക്സ് ആക്സിസിലോട്ട് പോയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തൊരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഇമേജ് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്ലെയിനിൻ്റെ ബ്ലൂ പ്രിൻ്റാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതുപോലെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബ്ലൂ പ്രിൻ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും അതുപോലെ തന്നെ ദേവ്യനാട്ടിൽ നിന്നും 1 2 3 RFP എന്നൊക്കെ എടുക്കാം. അപ്പം ഇത് നമ്മൾ ക്യൂബ് ഇപ്പോൾ ക്യൂബ് നമ്മൾ ആഡ് ചെയ്തേക്കാണല്ലോ. അതിനുശേഷം ടാബ് പ്രസ് ചെയ്യുക. ക്യൂബിൻ്റെ പോയിട്ട് ടാബ് പ്രസ് ചെയ്യുക. ശേഷം Ctrl R പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഇങ്ങനെയല്ല, ഇങ്ങനെ അതായത് ഒയ്ക്ക് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഒരു ലുക്ക് ഇടുക. അതിനുശേഷം 2 പ്രസ് ചെയ്തതിന് ശേഷം 2 പ്രസ് ചെയ്യണമെന്നില്ല. അതിനുശേഷം ഒരു മോഡിഫയർ ആഡ് ചെയ്യുക. അതാണ് അതിന് മുമ്പേ 3 പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഫേസ്, അതായത് കട്ട് ചെയ്തതിൻ്റെ എക്സ് ആക്സിലുള്ള ഈ ഫേസ് സെലക്ട് ചെയ്തിട്ട് എക്സ് ദെൻ വെർട്ടിസസ് അതൊന്ന് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഒരു റൂം പോലെ കിട്ടും. ശേഷം അടുത്തത് ആഡ് മോഡിഫയർ ചെയ്ത് ഒരു മിറർ മോഡിഫയർ ആഡ് ചെയ്യുക. അപ്പോൾ മിറർ മോഡിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സൈഡ് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുമ്പോൾ അപ്പുറത്തും അതേപോലെ ചേഞ്ച് വരും. അതാണ് മിറർ മോഡിഫയറിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ മിറർ മോഡിഫയർ ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം എക്സ് ആക്സിലോട്ടാണെങ്കിൽ എക്സ് തന്നെ ഇവിടെ വെച്ചേക്കുക. എക്സ് ആയിരിക്കും വരുന്നത്. പക്ഷേ ക്ലിപ്പിംഗ് ഇങ്ങനെ ബ്ലാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഓപ്പൺ കാണിച്ചു തരാം. കണ്ടോളാം, നമ്മൾ ഇത് തന്നെ കൂടെ തന്നെ മറ്റേത് ഉയർന്നു വരും. അതുപോലെ തന്നെ നമ്മൾ ഇത് ഉയർത്തുമ്പോൾ മറ്റേത് ഉയർന്നു. അതാണ് മിറർ മോഡിഫയർ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഒരു സബ്ഡിവിഷൻ സർഫേസ് മോഡിഫയർ ആഡ് ചെയ്യുന്നു. എന്തിനാന്ന് വെച്ചാൽ സ്മൂത്ത് പ്ലെയിൻ ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്മൂത്തായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ഡിവിഷൻ സർഫേസ് വേണം. അപ്പം നമ്മൾ അടുത്തത് നമുക്ക് എക്സസൈസിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതിലോട്ട് പ്ലെയിൻ്റെ ഇതിലോട്ട് വന്നിട്ട് പ്ലെയിൻ നമ്മൾ ആദ്യം ചെയ്യുന്ന സൈഡ് വ്യൂസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന കീസൊക്കെ ഇവിടെ കാണാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ആഡ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. അതെനിക്ക് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ ഇതുമായിട്ടൊരു എന്താ പറയുക, കറക്റ്റ് ഒരു മൂവിങ് പാർട്ടിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. ശേഷം ടാബ് കുറച്ചായിട്ട് Ctrl R പ്രസ് ചെയ്ത് ഒരു ലൂപ്പ് കട്ട് മുകളിലോട്ട്, ഒരു ലൂപ്പ് കട്ട് താഴോട്ടും ആഡ് ചെയ്യുക. ഇതുപോലെ മുട്ടിച്ച് നിർത്തി കഴിഞ്ഞാൽ അത്രയും ഉപയോഗമാണ് കേട്ടോ. അപ്പോൾ ഞാൻ Ctrl R പ്രസ് ചെയ്തതിന് ശേഷം ഒരു ലൂപ്പ് കട്ട് മുകളിലോട്ട് മുട്ടിക്കുക. Ctrl R പ്രസ് ചെയ്ത് മറ്റൊരു ലൂപ്പ് കട്ട് താഴോട്ടാക്കുക. ഓക്കെ, ഏകദേശം 3 പ്രസ് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇപ്പോൾ ഒരു സിലിണ്ടർ പോലെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇതിലുള്ള ഒരു സിലിണ്ടർ പോലെ. അപ്പോൾ ശേഷം ഗ്രാബ് Y ആക്സിസിലോട്ട് ഇതിനെ ഗ്രാബ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ഒരു സ്ഥലത്തിലോട്ട് പോയ ശേഷം പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുന്നു. അപ്പം അത് കറക്റ്റ് എക്സ്ട്രൂഡായിട്ട് വരണമെന്നില്ല, ബിക്കോസ് അത് അവർക്ക് അറിയൂടാ നമ്മൾ ചെയ്യുന്നത് മോഡലിംഗ് ആണെന്നും പ്ലെയിൻ ആണെന്നും അവർക്ക് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് അതായത് നമ്മളെങ്ങനെ ചെയ്യുന്നു അതുപോലെ അതങ്ങ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല. നമ്മളിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രൂഡേഷൻ തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. അതിവിടെ എക്സ്ട്രൂഡ് തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഓക്കെ, ശേഷം Ctrl R പ്രസ് ചെയ്ത് ലൂക്ക് കട്ട് എടുത്തിട്ട് കയറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് 3 പ്രസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കുക, മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല. ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ എക്സ്ട്രൂഡേഷൻ കറക്റ്റ് ആയിരിക്കണം, മാറാൻ പാടില്ല. ഓക്കെ, പിന്നെ ചിലതൊക്കെ വേരിയേഷൻ വന്നാലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വേരിയേഷൻ വരരുത്. ചെറിയ വേരിയേഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ബട്ട് വലിയ വേരിയേഷൻ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മളിതുപോലത്തെ കൺട്രോൾ നംപാഡിലെ യൂസ് കണ്ടില്ലേ, ഇതുപോലെ അതല്ലേ, സൂപ്പർ. അപ്പോൾ ഇനി നമ്മൾ 2 പ്രസ് ചെയ്ത് ഇതിൻ്റെ മുകൾ ഭാഗം സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇതിനെ കുറച്ച് ഗ്രാബ് ചെയ്ത് മോഡോട്ടാക്കാം. ഇനി നമ്മൾ എക്സ്റേ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതിനെ Alt Z പ്രസ് ചെയ്താലും മതി. ഞാനിവിടെ എക്സ്റേ മോഡ് എനേബിൾ ആക്കുന്നു. അപ്പം ഇപ്പം നിങ്ങൾക്ക് അതെന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം. കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കാണാൻ പറ്റും. അതിനുശേഷം അതുപോലെ ആ വെള്ള വര പോലെ നമ്മൾ ആഡ് ചെയ്യുന്നു. എക്സ്റേ മോഡ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വ്യൂസ് കിട്ടും. പിന്നെ ഇവിടെ ഒരു ഇത് വരും, അത് നമുക്ക് മാറ്റാൻ പറ്റും, ബട്ട് ഞാനതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അത് മാറ്റാൻ നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലൂപ്പ് കട്ട് ആഡ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ലൂപ്പ് കട്ട് മാറ്റാൻ നോക്കാം. ഓക്കെ, അപ്പം
ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്ത് നിന്നാണ് നമ്മൾ ബാക്കി സെറ്റപ്പ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്ത് നിന്നാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അതിനായിട്ട് ഇത് തിരിക്കരുത്, പകരം ഈ പിക്ചർ തിരിക്കണം. അതിനായിട്ട് അടിഭാഗം നമുക്കറിയാം, ഇതാണ് അടിഭാഗം. റൊട്ടേറ്റ് 90 ഡിഗ്രി ഒയ് ആക്സിസ് ഒയ് ആക്കുക, ഒയ് പ്രസ് ചെയ്യുന്നതിന് ശേഷം റൊട്ടേറ്റ് 90 ഡിഗ്രി. അപ്പോൾ കറക്റ്റ് പൊസിഷൻ അല്ല, റൊട്ടേറ്റ് 90 ഡിഗ്രി, റൊട്ടേറ്റ് 90 ഡിഗ്രി. അപ്പം 10 രൂപ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഈ പ്ലെയിൻ്റെ രൂപം നോക്കരുത്, അതങ്ങനെ ഇരിക്കുള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ എക്സ്ട്രൂഡേഷൻ നോക്കുന്നു. അതിനായിട്ട് 3 പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലത്തെ ഭാഗം സെലക്ട് ചെയ്യുക. പക്ഷേ പ്രസ് ചെയ്തിട്ട് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്ത് ഒരു ഇതുവരെ എത്തുമ്പോൾ അടുത്ത നെക്സ്റ്റ് ഭാഗം എക്സ്ട്രൂഡ് ചെയ്യുക. അതും ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് കറക്റ്റ് ഒരു പൊസിഷൻ വരെ എത്തുക. ഇതുപോലെ ഉണ്ടല്ലേ. എന്നുവെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് ഇതിനെ എന്താ പറയുക, കറക്റ്റ് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. ശേഷം ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എക്സ്ട്രൂഡേഷനിൽ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് വന്നിട്ടില്ല. അത് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അതുപോലെ ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ലുക്കായി. നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ലൂപ്പ് കട്ടൊക്കെ വെച്ച് ആടിയത് സെറ്റാക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ പേടിക്കണ്ട. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പ്ലെയിനിൻ്റെ ഇവിടെ എന്താ പറയുക, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് എക്സ്ട്രൂഡ് ചെയ്യേണ്ട, അതങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വരുന്ന ഈ പ്ലെയിനിൻ്റെ വിങ്സ് ആണ്. അത് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് Ctrl R പ്രസ് ചെയ്ത് കറക്റ്റ് ലൂപ്പ് കട്ട് എവിടെ വരുന്നോ അവിടെ പോസ് ചെയ്യുക. Ctrl R പ്രസ് ചെയ്ത് ലൂപ്പ് കട്ട് എവിടെ വരുന്നോ അവിടെ കറക്റ്റ് പോസ് ചെയ്യണം, മാറാൻ പാടില്ല. ശേഷം 3 പ്രസ് ചെയ്യുക. ശേഷം ഇതിൻ്റെ ലൂപ്പ് കട്ട് വരുന്ന ഭാഗം എടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുക. ശേഷം അടുത്ത ടാബ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അടുത്ത എക്സ്ട്രൂഷൻ ചെയ്യുക. ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക. അപ്പോൾ അതിൽ കറക്റ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത എക്സ്ട്രൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്കിപ്പോൾ ഒരു വ്യൂ പോലെ അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്, അങ്ങനെ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ എക്സ്ട്രൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് Ctrl R പ്രസ് ചെയ്ത് ഒരു ലൂപ്പ് കട്ട് എടുക്കുക. ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സെൻറ്റർ പാർട്ടോട് അടിയത് ഇതിനെ സ്ക്വയർ രൂപത്തിലാക്കുക. അതിനുശേഷം അതിൻ്റെ എന്താ പറയുക, നമ്മൾ ഫേസ് എടുക്കുക. അതിനുശേഷം അടുത്തൊരു ഭാഗം എടുത്തതിന് ശേഷം ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം എക്സ്ട്രൂഷൻ കറക്റ്റ് ആക്കുക. അതിനുശേഷം Ctrl R പ്രസ് ചെയ്ത് ലൂപ്പ് കട്ട് ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ലൂപ്പ് കട്ട് ആയതിനു ശേഷം വീണ്ടും നമ്മളിതിൻ്റെ അടിഭാഗം കാണാൻ പറ്റും, പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും പോയിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ആക്കുക. ഇതുപോലെ റൊട്ടേഷനൊക്കെ ചെറുതായിട്ട് വേരിയേഷൻ വരും കേട്ടോ, അത് കാര്യമൊക്കെ കണ്ട. ശേഷം 3 പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത ഭാഗം സെലക്ട് ചെയ്യുന്ന ശേഷം പ്രസ് ചെയ്ത് അടുത്ത എക്സ്ട്രൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രൂഷൻ വന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തതിൽ വരുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നമുക്ക് 3 പ്രസ് ചെയ്ത് അൺഡു ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വരാൻ പറ്റിയതാണ്. അപ്പോൾ അൺഡു ചെയ്യുക, കണ്ടിട്ട് Ctrl Z അടിച്ചാൽ മതി. നമുക്കിനി ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ മിസ്റ്റേക്ക് നമുക്ക് വരും, കാരണം ബ്ലെൻഡർ ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ബട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ലുക്കിനും പെർഫെക്റ്റ് ആയിരിക്കണം നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ കറക്റ്റ് നീട്ടി തന്നെ കൊണ്ടുപോവുക. ഇതിനെ പരമാവധി കറക്റ്റ് റൊട്ടേഷനൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോവുക. ഓക്കെ. ഇതുപോലെ നമ്മൾ 6 പ്രസ് ചെയ്ത് ഒരു ലൂപ്പ് കട്ട് ഇവിടെയും കൂടി ആഡ് ചെയ്ത് അതിനെ സെൻറ്റർ ആക്കുക. ഓക്കെ. ഇനി നമ്മൾ അതിനെ 3 പ്രസ് ചെയ്തതിന് ശേഷം ഇതിന് അടുത്ത ഒരു സെറ്റപ്പിൽ നമ്മളിതിനെ നീക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പം ഉള്ള ലൂപ്പ് കട്ടുകൾ അവിടെ വരുന്ന എല്ലാ ലൂപ്പ് കട്ടുകളും സെലക്ട് ചെയ്യുക. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ലുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. ഇതുപോലെ ഒരു ലൂപ്പ് കട്ട് കറക്റ്റ് സെൻറ്റർ ആയി കിട്ടാം, മാറല്ലേ. ഓക്കെ. അടുത്തത് ഇവിടുത്തെ ലൂപ്പ് കട്ടാണ്. അവിടുത്തെ ലൂപ്പ് കട്ടും 3 പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അതിനെയും കൂടി എക്സ്ട്രൂഡും കൊണ്ടാട്ടൊക്കെ ചെയ്ത് വ്യത്യസ്ത രീതികളിൽ അവിടെ കൊണ്ട് നിർത്തുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താലും ശരി, അവിടെ കറക്റ്റ് വരണം. അതുപോലെ കറക്റ്റ് ആഡ് ചെയ്യുക. ഇതുപോലെ. ഓക്കെ. അടുത്ത ഭാഗം 3 പ്രസ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു സ്ഥലം അതിൻ്റെ ജസ്റ്റ് അപ്പുറത്തുള്ളതാണ്, അതും കൂടി ഇതുപോലെ ആഡ് ചെയ്യുക. അപ്പോൾ അതും വേരിയേഷൻ വരാൻ പാടില്ല. അതിന് ശേഷം Ctrl R പ്രസ് ചെയ്തതിന് ശേഷം അടുത്തൊരു ലൂപ്പ് കട്ട് ഇവിടെ ആഡ് ചെയ്യുക. ശേഷം 2 പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സ്ട്രൂഡേഷനും കൂടി കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഓക്കെ. അതിൻ്റെ എക്സ്ട്രൂഡേഷൻ നമ്മൾ ഇതുപോലെ വേണം ചെയ്യാൻ. എക്സ്ട്രൂഡേഷൻ ചെയ്യുമ്പോൾ ഒയ് ആക്സിലോട്ടാണെങ്കിൽ ഒയ് ആക്സിലോട്ട് നീക്കുക, വേറെ ആക്സിസ് ആണെങ്കിൽ അതുപോലെ നീക്കുക. അതിനുശേഷം അടുത്ത ഒരു ലൂപ്പ് കട്ട് ഇവിടെയാണ് വരുന്നത്, അതും കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒയ് ആക്സിസ് ആക്കുക. അടുത്തത് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യുക. ഇവിടെ ഒരു ലൂപ്പ് കട്ടിൽ
ഇവിടെ ഒരു വേരിയേഷൻ വരുന്നുണ്ട്, അതും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് സെറ്റാക്കുമ്പോൾ നമ്മുടെ പ്ലെയിൻ്റെ ലൂപ്പ് കട്ടിൻ്റെ പ്രശ്നം മാറിക്കിട്ടും. പിന്നെ ഉള്ളത് അതിൻ്റെ വിങ്സിലുണ്ടാകുന്ന പിന്നെ അത് ചെറുതാക്കുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് പിന്നെ സോൾവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാം സ്ട്രെങ്തൻ ആയെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമില്ല. പിന്നെ ചെറിയ വേരിയേഷനൊക്കെ വരും, കാര്യമാക്കണ്ട. ഇതുപോലെ ജസ്റ്റ് നമ്മളെ ഇഷ്ടത്തിനാണല്ലോ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മോഡൽ എടുത്താണല്ലേ, ഇപ്പോൾ ഒരു പ്ലെയിൻ രൂപത്തിലല്ല, അത് മാറ്റിയെടുക്കാം. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് ഈ ഭാഗമാണ്, അതായത് ഇതിൻ്റെ ബാക്കിലത്തെ വിങ്ങാണ്. നമ്മൾ അവസാനം ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും ഞാൻ കാണിച്ച പിക്ചറിനില്ല, അതിനെക്കാട്ടിയും പെർഫെക്റ്റ് ആകാൻ വഴിയുണ്ട്. ബട്ട് നമ്മൾ വീഡിയോ അവസാനം വരെ കണ്ട് നേരെ ചെയ്താൽ മാത്രമേ അങ്ങനെ ആവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ആവാൻ ഒരു ചാൻസും ഇല്ല. ബിക്കോസ് അത് പ്രശ്നമുണ്ട്. ഓക്കെ, അടുത്ത എക്സ്ട്രൂഡേഷൻ ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത എക്സ്ട്രൂഡേഷനിൽ ഇത് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ റൊട്ടേഷനൊക്കെ കറക്റ്റ് ആക്കിയാൽ മാത്രമേ അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഇത് സെലക്ട് ആണെന്ന് വെച്ചാൽ പാടും. മോഡൽ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇത്തരം പാടുണ്ടെന്ന്. അപ്പം പാടൊക്കെ റിട്ടേൺ ചെയ്യാൻ ഇതുപോലെ കൺട്രോൾ R പ്രസ് ചെയ്ത് ലൂപ്പ് കട്ട് അടിക്കാൻ ശേഷം അത് ഇവിടെ ഇങ്ങോട്ട് വയ്ക്കുകയാണ്. ശേഷം ഈ 3 പ്രസ് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ 3 പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് നീങ്ങത്തുള്ളൂ. കാരണം ലൂപ്പ് കട്ടോടെ ആഡ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. 3 പ്രസ് അടുത്ത ലൂപ്പ് കട്ട് എടുക്കുക. ശേഷം അതിനെയും കൂടി ഫേസായി അതിനെയും കൂടി എക്സ്ട്രൂഡ് ചെയ്യുക. ഏകദേശം ഇതുപോലെ ആക്കുക. ഏകദേശം നമ്മൾ എല്ലാ ലുക്കിലും പെർഫെക്റ്റ് ആവുന്ന രീതിയിൽ വേണം പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് വൺ ചെയ്യുന്ന പറഞ്ഞാൽ ശരിയാവാൻ വഴിയില്ല, വീണ്ടും എഗീനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്തായാലും ശരിയാവും, അത് ഞാൻ ഉറപ്പ് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇനി ഓക്കെ, ഇതുപോലെ ഇനി അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെയും കൂടി കറക്റ്റ് റൊട്ടേഷൻ ആഡ് ചെയ്ത് അതിനെ എന്താ പറയുക, ഇതുപോലെ പൊങ്ങി നന്നിരിക്കാൻ പാടില്ല, കറക്റ്റ് എന്താ പറയുക സെറ്റ് ചെയ്യാം. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ലുക്കിലുള്ളൊരു ഇതും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്ത ഭാഗം ഇന്ന് ഭയങ്കര ഇതിൻ്റെ മുകളത്തെ ഭാഗമാണ്. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതെടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഫ്രണ്ട് ഫേസിലോട്ട് പോകാനായിട്ട് Y ആക്സിസിലോട്ട് പോകുക. ഇങ്ങനെ പോവുക. ഇത് റൊട്ടേറ്റ് ആയിരിക്കണം, ഇരുന്നാൽ മതി. ഇങ്ങനെ പോവാം. എന്നുവെച്ചാൽ ഈ പിക്ചർ സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് 90 ഡിഗ്രി എങ്ങനെയെങ്കിലും ഒരു ആക്സിസിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതൊരു ആക്സിസിലോട്ട് ഇങ്ങനെ റെഡി ആകും. അപ്പം റൊട്ടേഷനൊക്കെ നമുക്കറിയാമല്ലോ, റൊട്ടേഷനൊക്കെ ഏകദേശം ഒരു പ്രായോഗിക ബുദ്ധി വെച്ച് മനസ്സിലാക്കുക റൊട്ടേഷൻ എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിതിനെ പൊക്കിയെടുത്ത് ഇത് കറക്റ്റ് ഇവിടെ വയ്ക്കുക. കഴിഞ്ഞ കറക്റ്റ് കിട്ടിയായിരുന്നു, ബട്ട് ഇത്തവണ കിട്ടിയില്ല, ഒരു പ്രശ്നം വരുന്നതാണ്. നമ്മളിതിൻ്റെ സ്കെയിലേഴ്സിനെ കറക്റ്റ് ആക്കുക. അതെങ്ങനെ പറഞ്ഞുതരാം. കൺട്രോൾ പ്ലസ് പ്രസ് കഴിയുമ്പോൾ ഇതുപോലെ ലൂപ്പ് കട്ടുകൾ ഒരുപാടെണ്ണം സെലക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങ് സെലക്ട് ആക്കാൻ കഴിയും. അതിനുശേഷം SZ എന്ന് വെച്ചാൽ അതിനെ നമ്മൾ സ്ട്രെച്ച് അക്രോസ് ചെയ്യുന്നു. ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. ചെറിയ റൊട്ടേഷനൊക്കെ കൊടുത്ത് അതിനെ എന്താ പറയുക, കുറച്ചും കൂടിയൊക്കെ ഒരു എഫക്റ്റീവ് ആക്കി എടുക്കുക. ഓക്കെ, വാ അല്ലേ, ഇപ്പോൾ തന്നെ ലുക്ക് വന്നിട്ടില്ലേ, അത്ര കിടയിലായി നമ്മൾ ചെയ്തപ്പോൾ അല്ലേ. നമ്മളിങ്ങനെ താഴ്ത്തി കുറച്ച് മുകളിലോട്ട് താഴ്ത്തി ഇങ്ങനെ താഴ്ത്തി എന്താ പറയുക, ഏകദേശം ഒരു നല്ല ലുക്കിൽ സെറ്റ് ചെയ്യുക. അപ്പം അങ്ങനല്ലേ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ, പഠിക്കണ്ട. കറക്റ്റ് നമ്മൾ ലഭിക്കാൻ വഴിയില്ല, വീണ്ടും തെറ്റാൻ വഴിയുണ്ട്. അടുത്തത് പിറക്കിലത്തെ ഭാഗമാണ്. അതും ഇതുപോലെ കൺട്രോൾ നമ്പറിലെ പ്ലസ് പ്രസ് ചെയ്ത ശേഷം എക്സ്ട്രൂഡേഷൻ കറക്റ്റ് ആക്കാം. അത് പിന്നെ സ്ഥലം മാറ്റേണ്ട, അത് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് പോട്ടെ, നമ്മളധികം മാറ്റി ഇനി അതിനെ പ്രശ്നമാക്കണ്ട. അവിടെ തന്നെ ഇരുന്നാലും കറക്റ്റ് പൊസിഷനാണ്. നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ലെങ്ത്തിൽ വരുന്നൊരു വേരിയേഷനാണ് കണ്ടല്ലേ. വാവ്, അമേസിങ്, നല്ല ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് മുകളിലുള്ള ആ പാർട്ടാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കറക്റ്റായിട്ട് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ W വന്ന് എൻ്റെ കയ്യേറി കൊണ്ടതാണ്, നിങ്ങളൊന്നും ചെയ്യില്ലേ. അപ്പോൾ 3 പ്രസ്സിന് ശേഷം അടുത്ത ഭാഗം ഇതാണ്. അത് ജസ്റ്റ് അങ്ങ് എക്സ്ട്രൂഡ് ചെയ്താൽ മതി. അതിന് ശേഷം ഇതിനെ സ്കെയിൽ ചെയ്യാം, വളരെ നല്ലോണം വൃത്തിക്ക് സ്കെയിൽ ചെയ്യുക. അപ്പം ഈ സ്കെയിൽ ചെയ്യാൻ ശരിയാവാൻ വഴിയില്ല. എന്ന് വെച്ചാൽ സ്കെയിലിങ് നമ്മൾ നേരെ ചെയ്തിട്ടില്ല. എക്സ്ട്രൂഡ് ചെയ്യുക ഗൈസ്, എക്സ്ട്രൂഡ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സ്ട്രൂഡിങ് ഇങ്ങനെ അങ്ങ് ചെയ്യാൻ ശേഷം ഇതിനെ ഫസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് നോക്കാൻ ശേഷം കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്തതിന് ശേഷം ഇതിനെ ഇനി എക്സ്ട്രൂഡ് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് കിട്ടും. അതല്ലേ, ഇതുപോലെ എക്സ്ട്രൂഡേഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്ട്രൂഡേഷൻ കറക്റ്റായിട്ട് വരണം. അപ്പം കറക്റ്റായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, യാതൊരു സംശയമില്ല. അപ്പം ഇതുപോലെ നമ്മൾ കൂമ്പാരും. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് പോയി ഒന്ന് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സൈഡ് വ്യൂവിൽ പോവുക. അതിനായിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് ആക്സിലാണല്ലോ നമ്മൾ തൊട്ടിരുന്നത് ആദ്യം. അപ്പോൾ എക്സ് ആക്സിലോട്ട് പോയിട്ട് റൊട്ടേറ്റ് 90 ഡിഗ്രി Z അല്ലേ, അതെ Z ആയിരുന്നു. ഓക്കെ, അതിനുശേഷം ഗ്രാബ് ഇങ്ങനെ വയ്ക്കുക. അപ്പം ഇത് കറക്റ്റ് ആകാൻ വഴിയുണ്ട്, കറക്റ്റ് ആണ്, മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ
ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ കറക്റ്റ് പൊക്കം വന്നിട്ടില്ല, അത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ഒരു ഗ്രാബിങ് ഓപ്ഷൻ വെച്ചിട്ട് അതിനെ ഇതുപോലെ പൊക്കിയെടുത്ത് ഈ കറക്റ്റ് ഒരു സെൻറ്റർ ഭാഗത്ത് വയ്ക്കുക. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ എന്താണ് സ്കെയിലിംഗ് ആണ്. കൺട്രോൾ ആർ പ്രസ് ചെയ്ത് കൺട്രോൾ ആർ അടുത്തൊരു ആർ പ്രസ് ചെയ്യാൻ ശേഷം അത് ഇവിടെ പോസ് ചെയ്യുക. അപ്പോൾ ബാക്കി നമ്മൾ ഓർക്കുക ബാക്കിയോട് എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് എക്സ്ട്രൂഡേഷനൊക്കെ ചെയ്യാവുള്ളൂ, അല്ല ചുമ്മാ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുളം ആക്കാൻ ഇതുവരെ ചെയ്തത് ആ കോൺഫിഡൻറ്റ് വെച്ച് തന്നെ ഇനിയും മുന്നേറുക. അപ്പം നമുക്ക് ഇനി അടുത്ത എക്സ്ട്രൂഡേഷൻ ആഡ് ചെയ്യാം. ഓക്കെ 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 യെസ് യെസ് ഓക്കെ നൈസ്. അപ്പോൾ ഇപ്പോൾ വലുതാണ്, നമുക്ക് ചെറുതാക്കണം. അതിനായിട്ട് വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ ഫ്രണ്ട് ആക്സിലോട്ട് നമുക്കറിയാം Y ആണ്. അതിനുശേഷം വീണ്ടും റൊട്ടേഷൻ 90 ഡിഗ്രി എക്സ് Y ഇല്ലേ അതെ. അപ്പോൾ റൊട്ടേറ്റ് ഓക്കെ വീണ്ടും അഗെയിൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റൊട്ടേറ്റ് 90 ഡിഗ്രി അപ്പം 180 ഡിഗ്രിയിലോട്ട് നേരിട്ട് പോയാലും മതി. ഏകദേശം കണക്കൊരു ആംഗിൾസൊക്കെ അറിഞ്ഞാൽ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾ ഇതിൻ്റെ ഇതിനെ എങ്ങനെ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം സെലക്ട് ചെയ്താൽ കുറച്ച് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് എന്താ പറയുക ഓക്കെ ഇതുപോലെ സി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടല്ലോ ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ പ്ലൈനിൻ്റെ ഇത് സെറ്റ് ചെയ്യണം. അതിനുശേഷം എക്സ് ആക്സിലോട്ട് പോയിട്ട് ഇതിൻ്റെ എക്സ്ട്രൂഡേഷൻ കറക്റ്റ് ആക്കണം. ഇതിൻ്റെ എക്സ്ട്രൂഡേഷൻ കറക്റ്റ് ഇതിനെ എന്താ പറയുക ഏകദേശം ഒരു ലുക്കിൽ കൊണ്ടുവരിക. വീണ്ടും എക്സ്ട്രൂഡ് ചെയ്ത് ഇതിൻ്റെ എക്സ്ട്രൂഡേഷൻ കറക്റ്റ് ആക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പ്ലെയിൻ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ നല്ല ലെങ്തി വീഡിയോ ആയിരുന്നു, സോറി ഗൈസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കുറച്ചുകൂടെ എക്സ്ട്രൂഡ് ആക്കണമായിരുന്നു. ഓക്കെ നൈസായിപ്പോൾ ഇപ്പോഴാണ് ഗൈസ് നമ്മുടെ പ്ലെയിൻ ആയതല്ലേ, നല്ല ലുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുപോലെ എന്ന് വെച്ചാൽ നല്ല ജെറ്റ് പ്ലെയിനൊക്കെയാണ് ഇതുപോലെ ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് സെറ്റ് ആക്കാനുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഫൈനൽ ടച്ചപ്പ് അതുപോലെ തന്നെ ഈ എയർ അതുപോലെ തന്നെ ഈ എന്താ പറയുക ഫാൻ ടയർ പിന്നെ കുറച്ച് ഇവിടെയൊക്കെ വരുന്ന കുറച്ച് വേരിയേഷൻസ് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കാം ഗൈസ്. സോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളവരുടെ കാട്ടി അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗൈസ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന എല്ലാ കൂട്ടർക്കും മാസ്റ്റർ പ്രോ എന്ന യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മാസ്റ്റർ പ്രോ സൈനിങ്.